ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കാർസ് 360. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാരുതിയുടെ ഏറ്റവും പുതിയ സ്വിഫ്റ്റുമായിട്ടാണ്. 6.49 ലക്ഷം മുതൽ 9.60 ലക്ഷം വരെ ഷോറൂം വരുന്ന സ്വിഫ്റ്റിന് 11 വേരിയൻറ്റുകളായിട്ടാണ് ഉള്ളത്. എഞ്ചിനിലേക്ക് വരുമ്പോൾ 1200cc 3 സിലിണ്ടർ Z സീരീസ് എഞ്ചിനാണ് ഉള്ളത്. 80 bhp പവറും 111 Nm ടോർക്കുമാണ് ഇതിന് കരുത്തു വരുന്നത്. 24.8 കിലോമീറ്റർ മൈലേജാണ് കമ്പനി അവകാശപ്പെടുന്നത്. മാനുവൽ ട്രാൻസ്മിഷനിലും AMT ട്രാൻസ്മിഷനിലും സ്വിഫ്റ്റ് അവൈലബിൾ ആണ്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ പഴയ ജനറേഷനിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടാണ് പുതിയ സ്വിഫ്റ്റ് എത്തിയിരിക്കുന്നത്. LED ഹെഡ്ലൈറ്റും LED DRലും LED ഫോഗ് ലൈറ്റുമാണ് സ്വിഫ്റ്റിൻ്റെ ടോപ്പ് വേരിയൻറ്റിന് വരുന്നത്. പിന്നെ രണ്ട് ലൈറ്റിനും നടുവിലായി പ്രത്യേക ഭംഗിയുള്ള ഗ്രില്ലും കാണാം. അതിന് മുകളിലായി മാരുതിയുടെ ലോഗോവും ക്രമീകരിച്ചിട്ടുണ്ട്. സൈഡിലേക്ക് വരുമ്പോൾ 15 ഇഞ്ച് അലോയ് വീൽസാണ് വരുന്നത്. പിന്നെ ബോഡി കളേർഡ് ഡോർ ഹാൻഡിൽസും ആകർഷകമായ ബോഡി ലൈൻസും കാണാം. ലെഫ്റ്റ് സൈഡിലാണ് ഫ്യൂൽ ഹെഡ് ക്രമീകരിച്ചിട്ടുള്ളത്. റിയറിലേക്ക് വരുമ്പോൾ ബ്ലാക്കിഷ് ആയിട്ടുള്ള LED ടെയിൽ ലൈറ്റും പിന്നെ ഡീഫോഗറും വൈപ്പറും ക്യാമറ സെൻസർ എന്നിങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും സ്വിഫ്റ്റ് അവൈലബിൾ ആണ്. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴും കുറേയധികം മാറ്റങ്ങളുമായിട്ടാണ് പുതിയ സ്വിഫ്റ്റ് വന്നിട്ടുള്ളത്. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വിത്ത് കൺട്രോൾസും അതിന് പിന്നിലെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററും അതിൽ ആനലോഗ് സ്പീഡ് മീറ്ററും ഡീറ്റെയിൽസും കാണാം. പിന്നെ 9 ഇഞ്ചിൻ്റെ വലിയ ടച്ച് സ്ക്രീനും വളരെ ആകർഷകമായിട്ടാണ് സ്വിഫ്റ്റിന് നൽകിയിട്ടുള്ളത്. പിന്നെ ക്രൂയിസ് കൺട്രോൾ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, 6 സ്പീക്കറിൻ്റെ മ്യൂസിക് സിസ്റ്റം, പുഷ് ബട്ടൺ സ്റ്റാർട്ട് എന്നിങ്ങനെയുള്ള എല്ലാ ഇനം ഫീച്ചേഴ്സും സ്വിഫ്റ്റിൽ അവൈലബിൾ ആണ്. റിയർ സീറ്റിലേക്ക് വരുമ്പോൾ 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും റിയർ AC വെൻറ്റും 60/40 സ്പ്ലിറ്റ് സീറ്റുമാണ് സ്വിഫ്റ്റിന് വരുന്നത്. പിന്നെ 265 ലിറ്റർ ബൂട്ട് സ്പേസാണ് സ്വിഫ്റ്റിൻ്റെ ലഗേജ് സ്പേസായി വരുന്നത്. അപ്പോൾ സ്വിഫ്റ്റിനെ കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫാമിലിക്കും മറ്റും പറ്റിയ വളരെ നല്ല വണ്ടിയാണ് സ്വിഫ്റ്റ്. ഈ പൈസയ്ക്ക് ഇത്രയും നല്ലൊരു എൻജിനും ഇത്ര ഒരു നല്ലൊരു സ്റ്റൈലിഷായ വാഹനം വേറെ ഇല്ലെന്ന് തന്നെ വേണം പറയാൻ. പഴയ ജനറേഷനിൽ നിന്ന് പുതിയതിലേക്ക് വരുമ്പോൾ എൻജിൻ്റെ കരുത്ത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും അത്രയൊക്കെ അത് ഫീൽ ചെയ്യില്ല. എന്തു തന്നെയായാലും സ്വിഫ്റ്റ് ജനങ്ങൾക്ക് എല്ലാം പ്രിയപ്പെട്ടൊരു വണ്ടിയായി തന്നെ എന്ന് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സ്വിഫ്റ്റിനെ കുറിച്ച് എനിക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്.